നിങ്ങളിത് കണ്ടോ? നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ വാതിക്കലോട്ട് വീട്ടിലോട്ട് വരുന്ന വഴിയാണ്. ഒരു സ്കൂട്ടർ വന്നാൽ മതി, ഈ സാധനം ഈ ഗ്രാവലില്ലാതെ പുതഞ്ഞു പോകും. അതായത് മഴ പെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് എന്തോ താന്നു പോവുക. കണ്ടു കഴിഞ്ഞാൽ തോന്നത്തില്ല, പക്ഷെ അങ്ങനെയാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ചോദിച്ചും പറഞ്ഞ മോനെ ഇത് കോൺക്രീറ്റ് ചെയ്യണോ, ഇല്ലെങ്കിൽ നിൽക്കത്തില്ല. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ മോനെ ടാർ ചെയ്യണോ, അത് നിൽക്കത്തില്ല, അല്ലെങ്കിൽ നിൽക്കത്തില്ല. അവനൊരു 80,000 90,000 രൂപ മുടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടിപ്പർ ഓടിക്കുന്ന ലോറിക്കാർ ചേട്ടന്മാർ കുറച്ച് പേരുണ്ട്. അവർ പറഞ്ഞു മോനെ ആൾക്കാർ പലതും പറയും, നിങ്ങളിപ്പോൾ അതൊന്നും ചെയ്യണം, മഴക്കാലമാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പോവും. മോന് തൽക്കാലത്തേക്ക് ഞങ്ങളെ വിശ്വാസമാണെങ്കിൽ ഞങ്ങൾ ലോറിക്കാരാണ്, ഞങ്ങൾക്കറിയാം വഴി എങ്ങനെ കിടക്കും, എങ്ങനെ എന്നാ ഇട്ടാൽ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞ് നമ്മുടെ ഏഷ്യറിൻ്റെ ലോറിക്ക് ഒരു ടിപ്പർ കൊണ്ടുവന്നിട്ട് ഒരു ലോഡ് അടിച്ചിട്ട് നമ്മുടെ തന്നെ JCB, അത് വീലില്ലാത്ത മറ്റേ ചെയിനുള്ള വീലിൻ്റെ JCB ഇല്ലേ, അതിട്ടിട്ട് ഇടിച്ച് നിറച്ചിട്ട് അതിൻ്റെ വീലിട്ട് ഓടിച്ച് നിറച്ച് തരാം. ഒരു 3-4 മഴ കഴിയുമ്പോഴത്തേക്ക് അത് ഒന്നുകൂടെ സെറ്റാകത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് വഴി എന്തെങ്കിലും കുഴിയോ അല്ലെങ്കിൽ താഴുകയോ പുതഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെയൊക്കെ പറ 5 പൈസ തരണം, നമ്മൾ തന്നെ ശരിയാക്കി തന്നോളാം പറഞ്ഞു. നമ്മളപ്പം ശരിയാ ചേട്ടന്മാരൊക്കെ പറഞ്ഞവർ നമ്മൾ ചെയ്ത്, അവർ പറ്റിക്കുമെന്ന് എനിക്കും തോന്നിയില്ല. മൊത്തം 12,000 രൂപ മുടക്കായുള്ളൂ. 11 മീറ്റർ നീളം ഉണ്ടായിരുന്നു, 4 മീറ്റർ വീതി ഉണ്ടായിരുന്നു. അപ്പോൾ സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. നല്ല കനത്തിലാണ് ചെയ്തത് കേട്ടോ. പക്ഷേ കൊണ്ടുവന്നിരുന്ന വെറും പൗഡറൊന്നും അല്ലായിരുന്നു കേട്ടോ, നല്ല സോളിഡായിട്ടുള്ള ഒത്തിരി കല്ലുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മളെ വിശ്വസിച്ച് നമ്മളവരെ ഏൽപ്പിച്ചപ്പോൾ അവർ ചെയ്തു തന്നാണ്. കണ്ടോ അതിൻ്റെ വീല് കണ്ടോ, നല്ല തറപ്പിച്ച് അവർ ഓടിച്ച് ലെവലാക്കി തരുന്ന കേട്ടോ. പിന്നെ നല്ലപോലെ പുതഞ്ഞ് പോകുന്ന ഭാഗത്ത് ഒരു വലിയ കല്ല് ആദ്യമേ കുഴി എടുത്തിട്ട് വലിയ കല്ല് അടിയിലിട്ടിട്ട് അവനെ ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ വേറെ കല്ല് കൂടിയിട്ട് ഇടിച്ചുറപ്പിച്ച് തന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ചെയ്തത് മണ്ടത്തരമാണോ അതോ നല്ല കാര്യമാണോ? എനിക്ക് വിശ്വാസപരമായിട്ട് തന്നെ തോന്നുന്നു കേട്ടോ. ഈ മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ഒരു കണക്ക് സത്യമായിരിക്കുമല്ലോ. അവർ പറഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് കല്ലും മണ്ണും സിമെൻറ്റ് വേണമെങ്കിൽ നമ്മൾ കൊണ്ട് ലോഡറക്കി തരും, നമുക്ക് ഓട്ടത്തിൻ്റെ പൈസയേ ഉള്ളൂ, പിന്നെ നിങ്ങളുടെ പൈസ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു തന്നാന്ന് പറഞ്ഞു. അതുകൊണ്ട് വഴി കണ്ടോ, അതിൻ്റെ ട്രാക്കിൻ്റെ പാട് മാത്രമേ, പക്ഷെ നല്ല തറഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഓടിച്ച് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. താങ്ക്